ക്യാമ്പിലോട്ട് പോകാനുള്ള വഴി അതായിരിക്കും. ആരാ? അത് ചിലപ്പോ എനിക്ക് തോന്നിയതായിരിക്കും. ആരാന്നാ ചോദിച്ചേ? അയ്യോ, ഇവിടെ പ്രേതമുണ്ടെന്നാ തോന്നുന്നേ. ഓടിക്കോ. അയ്യോ, പോയെന്നാ തോന്നുന്നേ. നിങ്ങളൊക്കെ ആരാ? എന്നെ വെറുതെ വിടണം. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ രക്ഷിക്കണേ, രക്ഷിക്കണേ. അയ്യോ, രക്ഷിക്കണേ, രക്ഷിക്കണേ. ഞങ്ങളുടെ ഏരിയയിൽ ആര് വന്നാലും അവരെ ഞങ്ങൾ ഇങ്ങനെയാക്കി അങ്ങനെയാക്കി മാറ്റും. എന്ത് ചെയ്ത് എന്താക്കി മാറ്റുമെന്നാ? അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ച ഒരു ക്ലൗണാക്കി മാറ്റുമെന്നാണ്. ഇത് എനിക്ക് എന്താ ഈ സംഭവിക്കുന്നത്? ഞാൻ ജോക്കറായിട്ട് മാറി. ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ കൊമഡിയനായിട്ടുള്ള ജോക്കറായി മാറി. ഞാൻ ജോക്കറായി. നമ്മുടെ ഏരിയയിൽ ആര് വന്നാലും അവനെ ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെയാക്കി മാറ്റും. ഇങ്ങേരത്ത് എന്ത് ചെയ്ത് എന്താക്കൂന്നാ പറയുന്നേ? ഒന്നും മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്നത് നമ്മുടെ ഈ ക്ലൗൺ ലാൻഡിൽ ആര് വന്നാലും അവരെ കെട്ടിപ്പിടിച്ച് ക്ലൗണാക്കി മാറ്റുമെന്നാണ്. നിനക്കെന്നെ വളരെ നന്നായിട്ട് അറിയാം. എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കരുത്. സോറി. നമുക്ക് ഇനിയും ഒരുപാട് പേരെ ക്ലൗണാക്കി മാറ്റിയാലേ നമുക്ക് ഈ ലോകം ഭരിക്കാൻ പറ്റൂ. അതൊക്കെ ശരിയാണ്, പക്ഷെ കൂടുതൽ ആൾക്കാരെ എവിടെ നിന്ന് കിട്ടും? കിട്ടുമല്ലോ, തീർച്ചയായിട്ടും കിട്ടും. ഈ ലോകം ഒരുപാട് മനുഷ്യരെ കൊണ്ട് നിറഞ്ഞതല്ലേ. ഇതോടെ വരൂ. നന്നായി സൂക്ഷിച്ച് ഷൂട്ട് ചെയ്യൂ. ഇതൊരു ലൈവ് ടെലികാസ്റ്റ് ആണ്, ലോകമെമ്പാടും കാണുന്നുണ്ട്. സാറ് പറഞ്ഞത് വളരെ ശരിയാണ്. കൊള്ളാം, നല്ല രസമുണ്ടല്ലേ? അത് പിന്നെ രസമില്ലാതിരിക്കൂ. ഡോക്ടർ ബാലു നമ്മളെ എല്ലാരെയും സ്റ്റാർസ് ആയിട്ട് മാറ്റിയിരിക്കല്ലേ? അതെ, ഈ പരിപാടി പാവപ്പെട്ട കുട്ടികൾക്കൊരു സഹായമാണ്. ഇത് കാണുമ്പോൾ എനിക്ക് അത് ഓർമ്മ വരുന്നു. അതുകൊണ്ട് അതിന്റെ സന്തോഷത്തിന് ഒരു ഡാൻസ് കളി. അല്ല, എന്ത് കണ്ട് എന്ത് ഓർമ്മ വന്നെന്നാ? അത് ഞാൻ ചോദിക്കാം. ജംബോ, ബുദ്ധിമാൻ ആരാ? നീ. വിവരമുള്ളത് ആർക്കാ? നിനക്ക് തന്നെ. അപ്പൊ ശക്തിമാനോ? അത് നിനക്ക് തന്നെയാണെന്നേ. അപ്പൊ പിന്നെ ചോദ്യങ്ങൾ ആരാടാ ചോദിക്കേണ്ടത്? എന്റെ പൊന്നോ, നീ തന്നെ ചോദിക്ക്. എടോ, പക്ഷേ എന്തായിരുന്നു ചോദിക്കേണ്ടത്? നിങ്ങൾ രണ്ടുപേരും മണ്ടന്മാരാ. അത് പറയേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് നേരത്തെ അറിയാം. ഞാൻ പറയുന്ന ഒന്നതാക്ക്. എന്ത്? കേൾക്ക്, ഇദ്ദേഹം പറയുന്നത് ടിവിയിൽ ഇദ്ദേഹത്തിന്റെ ഡാൻസ് കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ പഴയ കാലം ഓർമ്മ വന്നെന്നാ. അതുകൊണ്ടാ സന്തോഷത്തിൽ ഡാൻസ് കളിച്ചത്. നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് എല്ലാം ആര് പറഞ്ഞു മനസ്സിലാക്കും? എന്റെ ഗതികേട്, ഇതുപോലത്തെ മണ്ടന്മാരെ ഓരോന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട അവസ്ഥയാ. ചെമ്പകുമ്പോ നിങ്ങൾ പുറത്തു പോയി അവരെയും കൂട്ടിക്കൂട്ടി ഇങ്ങോട്ട് വരൂ. ഓക്കെ മാസ്റ്റർ, താങ്കളുടെ ഇഷ്ടം പോലെ. പോയി ആരെയാണോ അവ വിളിച്ചോണ്ട് വരാൻ പോകുന്നത്? അതൊന്നും അറിയില്ല. നഗരത്തിൽ പോയിട്ട് ഈ 4 ഡാൻസേഴ്സിനെ വിളിച്ചോണ്ട് വരണം. അതെ, പിന്നെ അതും കൊണ്ട് വേണം പോകാൻ. ശരി മാസ്റ്റർ, ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇതല്ല, അത് പറക്കുന്നതില്ലേ അത്. എന്ത്, കാക്കയാണോ? അയ്യോ, അതല്ല, ഇങ്ങനെയൊക്കെ പറക്കുന്ന ഒരു ഇതില്ലേ, പരുന്താണോ? അല്ല പിന്നെ മാസ്റ്ററെ, ഈ പരുന്തിനെ കൊണ്ട് എന്ത് ചെയ്യാനാ? പരുന്തല്ല, പ്ലെയിൻ എടുത്തോണ്ട് പോവാനാ പറഞ്ഞത്. എന്നെ വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. എല്ലാരും വേഗം ഇവിടുന്ന് പോവാൻ നോക്ക്.
ഈ സീറ്റ് ജോക്കർ അല്ലെന്നാ തോന്നുന്നേ. അവളൊട്ടും ചിരിക്കാറേ ഇല്ല. അല്ല, ഇതിലിപ്പോ നമ്മൾ ഏത് പ്ലെയിനാ എടുക്കുക? ഈ പ്ലെയിൻ അല്പം വലുതാണ്. ഇത് ഓടിക്കാൻ നല്ല രസമുണ്ട്. നോക്കിയേക്കുമ്പോ നമ്മൾ എത്തിപ്പോയി. നീ എന്തായി ചെയ്യേണ്ടത്? ബ്രേക്ക് പിടിക്ക, ബ്രേക്ക് പിടിക്ക. അയ്യോ, അവരവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. വാ നോക്കാം. എവിടെ വരൂ. ഇനി എങ്ങോട്ട് വരാനാ? വന്ന് മടിയിലിരിക്കാനാണ്. ഞാൻ നിങ്ങളെ പ്രശംസിച്ചതാണ്. വെള്ളമില്ലെങ്കിൽ വീട്ടിലെ മോട്ടറാണ് ഓൺ ചെയ്യേണ്ടത്. ഇവിടെ വരൂന്നല്ല, വെരി ഗുഡ് എന്ന് പറഞ്ഞ് പ്രശംസിക്കുകയാണ് ചെയ്യേണ്ടത്. അടികൈ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇവർ ജോക്കറായി ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് തോന്നിയതാ ജോക്കർമാർക്ക് പോലും ഇത്ര ഗംഭീരമായി ജോക്കർ ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. നാളെ വൈകിട്ട് ഞാൻ ഡൽഹിക്ക് പോവാണ്. അല്ല, ഈ പുതിയ ജോക്കേഴ്സ് ഏതാണ്? അടികൈ. ഹലോ, എന്റെ പേര് ഗുംബോ, ഇവന്റെ പേര് ജംബോ. ഇവിടെ വരൂ. നിങ്ങളെ കണ്ടിട്ട് ജംബോ സർക്കസിലെ ജോക്കർമാരെ പോലെ തന്നെയുണ്ട്. ഈ ജംബോ എന്നും ഗുംബോയും എന്നുള്ള പേര് നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയതാണോ? നിങ്ങളുടെ ജംബോ സർക്കസ് ഇവിടെ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടോ? അവർക്ക് നമ്മളെ മനസ്സിലായി. ഇവൻ കാണും പോലെയല്ല. ഞങ്ങളുടെ സർക്കസിലെ ഏറ്റവും വലിയ ജോക്കർ ഇവൻ തന്നെയാണ്. അപ്പൊ കൊമേഡിയൻ ആരാണ്? നീ തന്നെ. അപ്പൊ ബുദ്ധിമാൻ ആരാണ്? നീ തന്നെയാണ്. അപ്പൊ ഇവിടുന്ന് ആരെയാ കൊണ്ടുപോകേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? നീ തന്നെയാണ് ഗുംബോ, നീ തന്നെ. അപ്പൊ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങളുടെ മാസ്റ്റർ ഇവർ 4 പേരെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4 പേരെയും കൊണ്ടുപോകും. മനസ്സിലായോ? മനസ്സിലായില്ലേ? മനസ്സിലായോ? അടിച്ചു പൊളിച്ചു തിമിർത്തു. എങ്ങോട്ട് കൊണ്ടുപോകുന്ന കാര്യമാ? ഞങ്ങളുടെ ഷോ ഇപ്പൊ നടക്കാൻ പോവാണ്. ഇനി നിങ്ങളുടെ എല്ലാ ഷോകളും ക്ലൗഡ് ലാൻഡിലായിരിക്കും നടക്കുന്നത്. ഞങ്ങൾ നിങ്ങളെ കിഡ്നാപ്പ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. മനസ്സിലായോ? നിങ്ങൾ എന്തിനാ ഞങ്ങളെ കിഡ്നാപ്പ് ചെയ്യുന്നത്? ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റാ ചെയ്തേ? ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇത് വേറൊരു പൂവല്ലേ? ഇതുകൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. ഇതുകൊണ്ടൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എന്റെ അമ്മീ, ഇത് പൂവാണ്, പൂച്ചിട്ടുകയാണ്. കൊച്ചളിയ, ശബ്ദം മാത്രമേ ഉള്ളൂ, എന്റെ മേത്ത് കൊണ്ടില്ല. എന്റെ നടു പോയേ. ശബ്ദമൊന്നും ഉണ്ടായില്ല, പക്ഷെ നന്നായിട്ട് കിട്ടി. സംശയമുണ്ടോ? ഇവന്മാരുടെ കാര്യം ഞാൻ ഏറ്റു. പിടിച്ചോ. ഇന്ന് ഞാൻ ഇവനെയൊക്കെ നിനക്കൊക്കെ ഞങ്ങളെ കൊണ്ടുപോകണം അല്ലേ? ഗ്രൗണ്ട് ലാൻഡിലേക്ക് എങ്ങനെ ഇവരെ കൊണ്ടുപോകും? ചിലപ്പോ നല്ല തല്ല് വാങ്ങി പറന്നു പോകും. അടികൈ. അയ്യോ, ഇതെന്തായി ചെയ്യുന്നത്? മര്യാദക്ക് എന്നെ തോളിൽ നിന്ന് ഇറങ്ങ. കൊച്ചളിയ, പേടിക്കണ്ട, അത് വല്ല കളിത്തോക്കും ആയിരിക്കും. എന്തോന്ന് കളിത്തോക്കോ? ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോ ഈ ഡോക്ടർ ആര് ചികിത്സിക്കും? ഹലോ, എനിക്കെന്താണ് ഇങ്ങനെ ചൊറിയുന്നത്? അയ്യോ, ഇതെന്താ പറ്റിയത്? അയ്യോ, അവരുടെ കയ്യിലിരിക്കുന്ന ഡാൻസിങ് ഗണ്ണാണ്. ഇത് ഡാൻസിങ് ഗണ്ണല്ല, ചൊറിച്ചിൽ ഗണ്ണാണ്. പിന്നെ ഇതിന്റെ ആന്റിഡോട്ട് അത് എന്റെ ഗണ്ണിലാണ്. മര്യാദക്ക് ഞങ്ങൾ പറയുന്നത് അനുസരിച്ചോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ഈ കൂട്ടുകാരനെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് രസിപ്പിക്കണോ?
ഇനി നീ ഒന്ന് ചൊറിഞ്ഞേ കാണട്ടെ. കൊച്ചളിയ, നീ ഇങ്ങനെ ഹീറോയെ പോലെ വെറുതെ ചുമ്മാ പോസ് ചെയ്യണ്ട. ആ ചൊറിയൻ കണ്ണിൽ നിന്ന് ഒരു വെടി നിനക്കും കൊണ്ടിട്ടുണ്ട്. ദാ അവിടെ നോക്കിയേ. എന്ത്? അയ്യോ ചൊറിഞ്ഞേ. എന്റെ കൊച്ചളിയെ കൊണ്ട് നീയൊക്കെ ചൊറിച്ചിൽ ഡാൻസ് കളിപ്പിക്കുമല്ലേ? നിക്ക്, നിന്നൊക്കെ ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. നിക്കവിടെ. ഇന്നലെ എനിക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരിച്ചാക്ക്. പ്ലീസ് ദൈവത്തെ ഓർത്ത് നിങ്ങൾ അവര് പറയുന്ന കേക്ക്. അടി കൈ. ഇത് നല്ല അവസരമാണ് കുമ്പോ. നമുക്ക് അവരെ കയറുകൊണ്ട് കെട്ടിയിടാം. എന്നിട്ട് നമ്മുടെ മാസ്റ്ററുടെ അടുത്തേക്ക് കൊണ്ടുപോകാം. ഇവിടെ വരൂ. ഈ ചൊറിച്ചിലിന്റെ ആന്റിഡോട്ട് തന്നിട്ട് പോകൂ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ചൊറിഞ്ഞ് എനിക്ക് പ്രാന്ത് പിടിക്കും. മേലാത്തകലം ചൊറിഞ്ഞു തടിക്കും. പറമ്പ് നിന്നാൽ പാമ്പ് കടിക്കും. പേടിച്ചിട്ട് എന്റെ നെഞ്ചു പിടിക്കും. ഇവിടെ വരൂ. മാറി നിൽക്കണോ? വന്നോളൂ ഓരോ മാരണങ്ങള്. അയ്യോ നിക്കണേ, എന്നെ കൂടെ കൊണ്ടുപോണേ. നിങ്ങൾ എന്റെ കൂട്ടുകാരെയും കൊണ്ട് എങ്ങോട്ടാണ് പോകുന്നത്? എന്നെ കൂടി നിങ്ങൾ കൊണ്ടുപോകൂ. ഇവിടെ വരൂ. ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ. എന്നെ ഒന്ന് പിടിക്കൂ. രക്ഷിക്കുന്നവന് നന്മ വരട്ടെ, രക്ഷിക്കാത്തവനും നന്മ വരട്ടെ. അയ്യോ അയ്യോ, ആരെങ്കിലും ഒന്ന് പറഞ്ഞേ. അല്ല, നിങ്ങളുടെ ചെവിയിൽ എന്താ ഈയ ഉരുക്കി ഒഴിച്ചിരിക്കുകയാണോ? പറയുന്നത് കേക്കൂ കേക്കൂ കേക്കൂ. ഞങ്ങൾക്ക് ആന്റിഡോട്ടെങ്കിലും താ. ശരി തരാം. പക്ഷേ മര്യാദയ്ക്ക് അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോണം. ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കും. വേറെ എവിടെ പോകാനാണ്? അഥവാ ഞങ്ങൾ താഴോട്ടെടുത്ത് ചാടിയാ പോകാൻ പോണത് മേലോട്ടാണ്. അടി കൈ. ഞങ്ങൾ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് വേഗം ആന്റിഡോട്ട് താ. ഗംബോ, ഈ പ്ലെയിൻ ഞാൻ ലാൻഡ് ചെയ്യിക്കാം. ബുദ്ധിമാൻ ആരാണ്? നീ തന്നെ. അവന്മാരെ കൂടുതൽ തള്ളിയത് ആരാണ്? നീ തന്നെ. അപ്പൊ പിന്നെ ഈ പ്ലെയിൻ ആര് ലാൻഡ് ചെയ്യിക്കും? ഞാൻ. തെറ്റി നീ എന്നായിരുന്നു പറയേണ്ടത്. അയ്യോ, അതുകൊണ്ടല്ല. ഇവന് പ്ലെയിൻ പറപ്പിക്കാൻ മാത്രമേ അറിയൂ. ലാൻഡ് ചെയ്യിക്കാൻ അറിയില്ല. എടാ ജംബോ, നിനക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാൻ അറിയില്ലല്ലോ. നമുക്ക് ഒരിക്കൽ കൂടുതൽ ട്രൈ ചെയ്ത് നോക്കാന്നേ. നീ ഇപ്പൊ അങ്ങനെ ട്രൈ ചെയ്യണ്ട. ഈ പ്ലെയിൻ ഞാൻ തന്നെ ലാൻഡ് ചെയ്യിപ്പിച്ചോളാം. പ്ലീസ് 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 പ്ലീസ്. അതെ, പ്ലെയിൻ ക്രാഷായ നീയും. അതിന് ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് പ്ലെയിൻ ഉണ്ട്. ഒരു പൈലറ്റിനെ കൂടെ കൂട്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നേ. അവനാണെങ്കിൽ ഭയങ്കര പേടി. അതുകൊണ്ട് ഗുംബെ പ്ലെയിന്റെ വാതിൽ തുറന്ന് അവനെ അങ്ങ് ആകാശത്തേക്ക് പറത്തി വിട്ടു. അപ്പൊ പിന്നെ ആരാ ഇന്റലിജന്റ്? നീ തന്നെ. അപ്പൊ പിന്നെ ഈ പ്ലെയിൻ ആര് ലാൻഡ് ചെയ്യിപ്പിക്കും? പിടികിട്ടി. നിങ്ങൾ തന്നെ പ്ലെയിൻ ലാൻഡ് ചെയ്യും. ദൈവമേ, ഒരു കൂട്ടം വിഡ്ഢികളുടെ ഇടയിലാണല്ലോ പെട്ടുപോയെ. പക്ഷെ ഈ പ്ലെയിൻ ഞാൻ തന്നെ ലാൻഡ് ചെയ്യിക്കും. ബംഗാളികളെയും കയറ്റി പോണത് 5 ട്രെയിനാണ്. എന്റെ ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം നിന്നിലാണ്. അടി കൈ. എടാ, നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ തല്ലിയല്ലേ? ഇല്ല ഗുംബോ, ഞാൻ കൈയടിച്ചപ്പോ നിന്റെ മുഖം നടുക്ക് പെട്ടുപോയതാ.
ശരി വിട്ടുകളാ. എന്നാ പിന്നെ പ്ലെയിൻ ഞാൻ ലാൻഡ് ചെയ്യട്ടെ. ഇല്ലില്ല, പ്ലെയിൻ ഞാൻ തന്നെ ലാൻഡ് ചെയ്യിക്കും. ഞാൻ ലാൻഡ് ചെയ്യിപ്പിക്കും. ഞാൻ ലാൻഡ് ചെയ്യിക്കും. ഞാൻ ലാൻഡ് ചെയ്യിപ്പിക്കും. ഞാൻ ലാൻഡ് ചെയ്യിക്കും. ഇല്ല, ഞാൻ ലാൻഡ് ചെയ്യിപ്പിക്കും. എന്തായി സംഭവിക്കുന്നത്? അയ്യോ അയ്യോ കുംബോ, എനിക്ക് തല കറങ്ങുന്നു. ആദ്യം പ്ലെയിനിനെ പോലെ പറത്തി ദേ ഇപ്പോ ആടിനെ പോലെ തുരത്തുകയാണ്. എന്റെ കയ്യിലെങ്ങാനും കെട്ടിയാൽ കയ്യും കാലും കെട്ടി ഞാൻ കാട്ടിൽ കൊണ്ടുവിടും. എനിക്ക് തോന്നുന്നത് ഈ പ്ലെയിൻ മേഘങ്ങളുടെ മുകളിലാണ് ഇപ്പോൾ ലാൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. മിക്കവാറും നമ്മൾ രക്ഷപ്പെടില്ലെന്നാ തോന്നുന്നത്. എന്റെ അമ്മീ, എന്തായാലും സേഫ്റ്റിക്ക് സീറ്റ് ബെൽറ്റ് ഇട്ടേക്കാം. എന്താ സംഭവിക്കാൻ പോകുന്നു ആർക്കറിയാം. ലിവർ വലിക്ക്, എന്നിട്ട് താഴേക്ക് ലാൻഡ് ചെയ്യിക്ക്. ഇവിടെ വരൂ. സോറി, ഞാൻ കാരണം നിങ്ങൾ താഴെ വീണു. ഫുട്ബോളിനെ പോലെ ഉരുണ്ടു വീണു. ഞാൻ നിങ്ങളുടെ മേത്ത് വീഴാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷെ അബദ്ധത്തിൽ വീണുപോയി. എന്നോട് ക്ഷമിച്ചാലും ആ ചൊറിച്ചിലിന്റെ ആന്റിഡോട്ട് എനിക്ക് തരൂ പ്ലീസ്. എടാ ജംബോ, അയാള് വന്നെന്നെ കെട്ടിപ്പിടിച്ചു. ഇനി അയാളും ക്ലൗണായി മാറും. അയ്യോ, എനിക്കിതെന്താ പറ്റിയത്? ജംബോ, ഇയാള് സ്വയം ജോക്കറായിട്ട് മാറി. ഇവിടെ വരൂ. എന്നിട്ട് ഇവരാരാണെന്ന് പറഞ്ഞു തരൂ. നമ്മുടെ ക്ലൗൺ ലാൻഡിൽ ഇവരെന്താണ് ചെയ്യുന്നത്? വരൂ, നമുക്ക് ഇവരെ ക്ലൗൺ ആക്കാം. ഇദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഇദ്ദേഹം എങ്ങനെയാണ് ക്ലൗണായിട്ട് മാറിയത്? അതായത് ഞങ്ങളെ ആരെങ്കിലും കെട്ടിപ്പിടിച്ചാൽ കെട്ടിപ്പിടിക്കുന്ന ആളും ക്ലൗണായി മാറും. പിന്നീട് അയാളെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം മറന്നു പോകും. എന്റെ അമ്മോ, ഓടിക്കോ, ഇല്ലെങ്കിൽ അവരെല്ലാവരെയും ക്ലൗൺ ആക്കി മാറ്റും. നിങ്ങൾ എന്താണ് കുന്തം പിടിക്കാൻ പോലെ നോക്കി നിൽക്കുന്നത്? പോയി അവരെ പിടിക്ക്. കുംബോ, പെട്ടതാരാ? ഈ ഞാൻ ധൈര്യശാലിയോ? ഞാൻ അപ്പൊ പിന്നെ ആരവരെ പിടിക്കും? അതും ഈ ഞാൻ തന്നെ പിടിക്കും. എന്താ വേഗം പോയി പിടിക്ക്, ചെല്ല്. അയ്യോ, അയാള് പോയെന്നാ തോന്നുന്നേ. അയ്യോ, അയാള് പോയിട്ടില്ല, ഓടിക്കോ. അയാള് പിന്നെ കെട്ടിപ്പിടിച്ച ക്ലൗഡ് ആക്കി കളയും. ഒന്ന് വേഗം ഓടാൻ നോക്ക്. ഡോക്ടർ ബാലുവിന്റെ കാല് കുടുങ്ങിയിരിക്കുകയാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാം.
ഇപ്പൊ അത് ഡോക്ടർ ബാലു അല്ല, ക്ലൗൺ ആണ്. സംശയമുണ്ടോ? നിങ്ങൾ രണ്ടുപേരും ഇവിടെ വരൂ. ജംബോ, ആ കൊമ്പിൽ നിന്ന് എന്റെ കാല് ഊരിയെടുക്കൂ. വരൂ, നമുക്ക് അവരെ പിടിക്കാം. ഇത് ഘോരമായ വനമാണ്, നമുക്ക് അവരെ തിരയാൻ പറ്റില്ല. ശരി, ക്ലൗഡ്ലാൻഡിൽ ചെന്ന് നമുക്ക് കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാം. വാ പോകാം. എത്ര ജോക്കറാണ് ഇവിടെ. ഞങ്ങൾ അവിടെ അത് തകർന്നു വീഴുന്നത് കണ്ടു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി നിങ്ങൾ എത്തിയിട്ടുണ്ടെന്ന്. ഇവിടെ വരൂ. ഞങ്ങളത് തകർത്ത് അതിൽ വീഴ്ത്തിയിട്ടേ ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളത് തകർന്ന് അവിടെ വീഴുന്നത് എങ്ങനെ കണ്ടു? മാത്രമല്ല, അത് എന്താണ് തകർന്ന് എവിടെയാണ് വീണത്? അത് ചിലപ്പോ നക്ഷത്രം തകർന്ന് ഭൂമിയിലെങ്ങാനും വീണ് കാണും. എടാ, പ്ലെയിൻ തകർന്ന് താഴെ വീണത് കണ്ട കാര്യം മാസ്റ്റർ പറഞ്ഞത്. സൂചി, സൂചി. എന്റെ തലയ്ക്ക് വെറുതെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഇത് അവരുടെ അതാണോ? അവരുടെ എന്താണെന്ന്? അതായത് കൂടെ കാണാറില്ലേ, അതിനിപ്പോ എന്താ പറയാ? മാസ്റ്റർ ഉദ്ദേശിച്ചത് നിഴലാണോ? നിഴലല്ലടാ മണ്ട, കൂട്ടുകാരൻ. അല്ല മാസ്റ്റർ, അല്ല. ഇദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂട്ടുകാരനാണ്. കാരണം ഞങ്ങൾ ഇയാളെ ക്ലൗണാക്കി മാറ്റി. എടകുമ്പോ നീ ബാക്കി കൂടി പറ. ഇയാളുടെ ബാക്കി കൂട്ടുകാരും ഈ കാട്ടിൽ തന്നെയുണ്ട്. അവരെയും അങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കണം. എന്താ, അവരെ പറപ്പിച്ച് പരിപ്പോടെ ഉണ്ടാക്കാനാണോ? അങ്ങനെയാണെങ്കിൽ ഫ്രൈ ചെയ്യാനായി ഏതെണ്ണയാണ് യൂസ് ചെയ്യുക? നോർമലായിട്ട് ഫ്രൈ ചെയ്യോ അതോ ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യോ? എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നു. ഫ്രൈ ആക്കി പരിപ്പോടെ ഉണ്ടാക്കാൻ അല്ല പറഞ്ഞത്. അവരെ പിടിച്ച് ഞങ്ങൾക്ക് ക്ലൗൺ ആക്കണം. അതെ, അത് കൊള്ളാം. അതാണ് ഞാനും ഉദ്ദേശിച്ചേ. ഇവിടെ വരൂ. അവരെന്തിനാണ് ഗൗണാക്കുന്നത്? ഒരു കടയിലെ ഗൗണുകളെക്കാൾ ഇരട്ടിയുണ്ട്. ഇവിടെ ഞാൻ കണ്ട ക്ലൗണുകൾ സർക്കസിൽ നിന്നുണ്ടെങ്കിൽ ഈ ക്ലൗണുകളെ വെച്ച് നിങ്ങൾ എന്ത് ചെയ്യും? അതിന്റെ ഉത്തരം മാത്രം എന്റെ തലച്ചോറിലെ ബുക്കിനുള്ളിൽ കിട്ടുന്നില്ല. നിങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കും? മതി പറഞ്ഞത്. വേഗം പോയി ബാക്കിയുള്ളവരെ പിടിക്കാൻ നോക്ക്. വേഗം വാ. പല്ലില്ലെങ്കിൽ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്? നമ്മൾ ഇവിടുന്ന് രക്ഷപ്പെട്ട് എങ്ങനെയാണ് പോകുന്നത്? അടി കൈ. ജംബോയും കുമ്പോയും പറഞ്ഞത് അവരുടെ കയ്യിൽ ഒരുപാട് പ്ലെയിൻ ഉണ്ടെന്നല്ലേ? ആ പ്ലെയിനിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാ നമുക്കിവിടുന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പക്ഷെ അവരങ്ങനെ നമ്മളെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല. തീർച്ചയായിട്ടും അവർ നമ്മളെ അന്വേഷിക്കുകയായിരിക്കും. സംശയമുണ്ടോ? എവിടെ പോയോ ആവും? അവരെയാണെങ്കിൽ ഇവിടെ ഒന്നും കാണുന്നില്ല. കയറുപയോഗിച്ച് മരത്തിന്റെ മുകളിൽ കയറി നോക്കാം. മുകളിലിരുന്നു കൊണ്ട് അവരെവിടെയാണെന്ന് നോക്കാം. നിങ്ങൾ അവരെ പിന്തുടർന്ന് എവിടെയാണെന്ന് പോയി നോക്കൂ. എന്ത്, ആ മലയുടെ താഴ്വാരത്ത് ചെന്ന് ആടുകളെ നോക്കാനാണോ? എന്റെ തലയ്ക്ക് വട്ട് പിടിക്കുന്നുണ്ട്. എടാ, മരങ്ങൾക്കിടയിൽ പോയി അവരവിടെ ഉണ്ടോന്ന് നോക്ക്. ചെന്ന് നോക്കിയാൽ മാത്രം പോരാ, പോണ വഴിക്ക് അവരെ പിടിക്കുകയും വേണം. ഇവരെങ്ങോട്ടായി ഓടുന്നത്? അത് ശരി, അവരപ്പോ അങ്ങോട്ടാണ് ഓടുന്നതല്ലേ? ഇവിടെ വരൂ. ഞാൻ എന്റെ കണ്ണിന്റെ ലെൻസ് കൊണ്ട് ചില കാര്യങ്ങൾ കണ്ടു. അഥവാ ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ സന്തോഷം കൊണ്ട് നിങ്ങൾ തുള്ളിച്ചാടിയാനെ. എന്താ കണ്ടത്? അവരെല്ലാം കൂടി ഓടി ഓടി ആ ഭാഗത്തേക്ക് പോയി. പിടിക്കവരെ, വേഗം പിടിക്ക്, പിടിക്ക്. എന്നെ വിട്. എടാ, വേഗം പോയി അവന്മാരെ പിടിക്കടാ. ഇവിടെ വരൂ, എന്നെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോകൂ. നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻവിറ്റേഷൻ എന്ന് പറയണോ? വേഗം പിടിക്കവരെ. ഈ വഴിക്കാണ് പോയതെന്ന് തോന്നുന്നു. എന്താ പറ്റിയത്? എനിക്കറിയില്ല. വേഗം ഓടിക്കോ, വേഗം. വേഗം ഓട്, അവരെ കെട്ടിപ്പിടിക്കാൻ അനുവദിക്കരുത്.
കണ്ണാ സാറേ വേഗം ഓടി വാ. കൊറോണ പെട്ടെന്നൊന്നും നാട് വിട്ടു പോവില്ല. ഇതിൽ കൂടുതൽ എനിക്ക് അങ്ങോട്ട് ഓടാൻ പറ്റില്ല. അടി കഴിഞ്ഞു. വേഗം പിടിക്കവരെ. അയ്യോ ഇവരിത് എവിടെ പോയി? എന്റെ അതിന്റെ അത് പൊട്ടിപ്പോയി. എന്ത് ചെരുപ്പിന്റെ വള്ളി പൊട്ടിപ്പോയോ? അല്ലട പണ്ട, ശരീരത്തിന്റെ അകത്തൊരു ഇതുണ്ടാവാറില്ലേ, അതായത് അത്. ഓ പ്രാവാണോ? എന്റെ തലയ്ക്ക് കണ്ടുപിടിക്കുന്നുണ്ട്. പ്രാവ് ശരീരത്തിന്റെ ഉള്ളിലാണെന്നാണ് പറഞ്ഞത്. എല്ല് പൊട്ടിയെന്നാ പറഞ്ഞത്. സൂറ്റി നിനക്കൊരാൾക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ കഴിയൂ. സ്വീറ്റിയെ വിട്ടിട്ട് അവരെ പോയി പിടിക്കൂ. എല്ലാവരും വേഗം വരൂ. പ്ലെയിൻ സംശയമുണ്ടോ? പ്ലെയിൻ വേഗം സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയെങ്കിലും ഡോക്ടർ ബാലുവിനെ കൂടി രക്ഷിക്കണം. നമുക്ക് അദ്ദേഹത്തെ പിന്നീട് രക്ഷിക്കാം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാം. ഇല്ലെങ്കിൽ ഇവരെ നമ്മളെല്ലാവരെയും ക്ലൗൺ ആക്കി മാറ്റും. അയ്യോ പിള്ളേരെ, എന്നെ ഒന്ന് രക്ഷിക്കേ. കന്നാ സാറേ വേഗം വാ. അപ്പയ്ക്ക് കോമ്പിനേഷൻ മത്തിക്കറിയല്ലേ? നിങ്ങൾ എന്നെ ഇവിടെ ഇട്ടേച്ച് പോവല്ലേ? അടി കൈ. അയ്യോ ഇവരെങ്ങനെ അകത്ത് വന്നു? വേഗം എന്തെങ്കിലും ചെയ്യും ബണ്ണി, അല്ലെങ്കിൽ ഇവരെ നമ്മളെ കെട്ടിപ്പിടിച്ച് ക്ലൗഡായിട്ട് മാറ്റിക്കളയും. ഞാൻ അവരെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി വിളിക്കാം. ആ പെണ്ണ് അടുത്ത് വരുമ്പോ നിങ്ങൾ അവളുടെ ദേഹത്ത് ഷീറ്റിട്ട് മൂടണം. സ്വീറ്റി വരൂ, എന്നെ കെട്ടിപ്പിടിക്കൂ. അത് നോക്കൂ, അവൾ അവരെ അതിലിരിച്ച് കൊണ്ടുപോയി. ഇനി നമ്മൾ അങ്ങോട്ട് പോയി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഗംബോ, എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് വല്ലതും മനസ്സിലായോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മാസ്റ്റർ നഗരത്തിൽ പോയി സ്വീറ്റിയെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് പറഞ്ഞത്. അതെ, വരൂ. സ്വീറ്റിയെ നമ്മുടെ കൈ കിട്ടിയത് എന്തായാലും നന്നായി. ഇവളെ നമുക്ക് വല്യച്ഛന്റെ അടുത്തേക്ക് കൊണ്ടുപോവാം. എങ്കിലേ മറ്റുള്ളവരെ കെട്ടിപ്പിടിച്ച് ക്ലൗൺ ആക്കുന്നതിന്റെ രഹസ്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. സംശയമുണ്ടോ? ആരൊക്കെയാ മക്കളെ ഇത്? വാ വാ, നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? കണ്ടകശിനി കൊണ്ടേ പോവൂന്ന് കേട്ടിട്ടുണ്ട്. അതെ വലിച്ച, ഞങ്ങൾ ഒരു ക്ലൗണിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അടികൈ. എന്തിന്? ഇവളാരാ കലോത്സവത്തിന് ഫസ്റ്റ് കിട്ടിയ എന്റെ വല്യമ്മയുടെ മോള് വല്ലതാണോ കൈയടിക്കാനായിട്ട്? അതെ വല്യച്ച, ഞങ്ങൾ ഇവിടെ ക്ലൗൺ ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നതാ. സംശയമുണ്ടോ? എന്ത്? സയന്റിസ്റ്റ് സക്സന ചൗധരിയുടെ ക്ലൗൺ ലാൻഡിന്നോ? അതെ, അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആയിരുന്നു മക്കളെ. അദ്ദേഹം ആളുകളെ അമാനുഷികരാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ഗ്രാമം മുഴുവനും അദ്ദേഹം പരീക്ഷണത്തിനായി ഉപയോഗിച്ചിരുന്നു. അങ്ങനെ ആ പരീക്ഷണത്തിലൂടെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ക്ലൗൺസ് ആയി മാറി. പിന്നീട് അവരാരെ പോയി കെട്ടിപ്പിടിച്ചാലും അവര് ക്ലൗൺസ് ആയി മാറും. ആ അതെ,
ഇപ്പൊ ഡോക്ടർ ബാലുവും ക്ലൗണായിട്ട് മാറിയിരിക്കുക. സംശയമുണ്ടോ? അദ്ദേഹത്തെ പഴയതുപോലെ ആക്കാൻ എന്തെങ്കിലും ചെയ്യണം. അദ്ദേഹത്തെ മാത്രമല്ല, ആ ക്ലൗൺ ലാൻഡിലുള്ള എല്ലാവരെയും പഴയതുപോലെ ആക്കണം. എന്റെ തലയ്ക്ക് വട്ടു പിടിക്കുന്നുണ്ട്. അതിന് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഈ ക്ലൗണിനെ ടെസ്റ്റിലൂടെ എക്സ്പെരിമെന്റ് ചെയ്ത് ഇതിനുള്ള മറുമരുന്ന് കണ്ടുപിടിക്കും. പക്ഷെ കുറച്ച് സമയം എടുക്കും മക്കളെ. സമയം വളരെ കുറവാണ്. എന്നെ അന്വേഷിച്ച് ഞങ്ങളുടെ മാസ്റ്റർ ഇപ്പൊ വന്നോണ്ടിരിക്കുകയായിരിക്കും. ആ സ്വീറ്റി, ഞാൻ നിന്നെ രക്ഷിക്കാൻ വരികയാ. ആ സ്വീറ്റി, 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 നീ എവിടെയാണ് സ്വീറ്റി? ദേ നോക്ക്, ദേ ഇങ്ങനെ ചെയ്ത് നീ അവരെ അങ്ങനെ ആക്കാൻ നോക്ക്. മാസ്റ്റർ എന്ത് ചെയ്ത് അവരെ എങ്ങനെ ആക്കണമെന്നാ? അതായത് കൈകൾ നീട്ടിപ്പിടിച്ച് നമ്മൾ ചേരില്ലേ? ഇങ്ങനെ കൈനീട്ടുന്നത് ഭിക്ഷ യാചിക്കാൻ വേണ്ടിയിട്ടാണ്. എടാ ഭിക്ഷയല്ല, സന്തോഷം വരുമ്പോ നമ്മൾ ചെയ്യാറില്ലേ? ഓ, പഞ്ചാബികൾ ചെയ്യുന്നത് പോലല്ലേ? ഇവിടെ വരൂ. നിങ്ങളുടെ തലച്ചോറെന്ന യന്ത്രത്തിൽ ബുദ്ധി എന്ന ഒന്നില്ലേ വന്നിരിക്കുന്നത്? അറ്റാക്ക് ചെയ്യാനല്ലേ? പിന്നെന്തിനാണ് ഡാൻസ് ചെയ്യുന്നത്? അറ്റാക്ക് അല്ലേ ചെയ്യേണ്ടത്? അപ്പൊ ബുദ്ധിമാനാരാ? ഞാൻ വലിയ ബുദ്ധിമാനാണ്. ഓക്കെ, ആയിക്കോട്ടെ ആയിക്കോട്ടെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ജംബോ, വേഗം എന്റെ അടുത്തേക്ക് വരൂ. നമുക്ക് കെട്ടിപ്പിടിച്ച് ഡാൻസ് അവസാനിപ്പിക്കാം. ഇങ്ങനെ ചെയ്ത് എല്ലാരെയും അതാക്കണം. ഓ, നിങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത് എന്താണോ അതെനിക്ക് മനസ്സിലായി. ബാക്കിയുള്ളവരെല്ലാം ഈ കാര്യം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. എല്ലാവരെയും കെട്ടിപ്പിടിച്ച് ക്ലൗൺ ആക്കണമെന്നാണ് മാസ്റ്റർ പറഞ്ഞു വന്നത്. മനസ്സിലായോ? പക്ഷേ ഗംബോ, നമ്മൾ ഓൾറെഡി ക്ലൗൺ അല്ലേ? മനുഷ്യന്റെ ശരീരവും കഴുതയുടെ തലച്ചോറുമുള്ള മനുഷ്യ നഗരത്തിലെ ആളുകളെയാണ് ക്ലൗൺ ആക്കേണ്ടത്. അതെ, അത് തന്നെ. എല്ലാത്തിനെയും ഞാൻ അതാക്കി മാറ്റും. സ്വീറ്റി, 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 നീ എവിടെയാണ്? അയ്യോ, ഇവരെല്ലാവരെയും കെട്ടിപ്പിടിച്ച് ക്ലൗൺ ആക്കി മാറ്റുകയാണ്. ഓടിക്കോ! അയ്യോ, ഇവരെല്ലാവരെയും കെട്ടിപ്പിടിച്ച് ക്ലൗൺ ആക്കി മാറ്റുകയാണ്. ഓടിക്കോ! എനിക്കറിയണം. ഞാൻ ഈ ലോകം മുഴുവൻ ക്ലൗൺ ആക്കി മാറ്റും. പിന്നെ ഒരാളെ പോലും ഞാൻ വെറുതെ വിടില്ല. അല്ല, ഇത്ര പെട്ടെന്ന് ടിവിക്ക് എന്താ പറ്റിയത്? അറിയില്ല. എടാ ഹണി, ആ റിമോട്ടിൽ നിന്ന് എഴുന്നേക്കടേ. എന്താ? അയ്യോ സോറി, ഞാൻ ഇപ്പൊ തന്നെ റിമോട്ട് പുറത്തെടുക്കാം. പുറത്തു വാ, പുറത്തു വാ. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്ത ചൂടോടെ തന്നെ. ഇപ്പോൾ നഗരത്തിൽ ക്ലൗൺസിന്റെ അറ്റാക്ക് ഉണ്ടായിരിക്കുകയാണ്. അതെ, അവർ കെട്ടിപ്പിടിച്ചെല്ലാവരെയും ക്ലൗൺ ആക്കി മാറ്റുകയാണ്. എന്റെ അമ്മോ! പറഞ്ഞോളൂ. അതെ, നഗരത്തിൽ എല്ലാവരും പരിഭ്രാന്തിയിലാണ്. പ്രധാന വാർത്തകൾക്കായി എന്നെ കെട്ടിപ്പിടിക്കൂ വേഗം. കൂടാതെ ഒരു ക്ലൗണായി ജീവിതം നന്നായി ആസ്വദിക്കൂ വേഗം. ഇവരെ ഇങ്ങനെ വിട്ടാ ഈ നാട് മുഴുവനും നശിപ്പിക്കും. എന്നെ അഴിച്ചുവിടൂ. ഞാൻ എല്ലാവരെയും ക്ലൗൺ ആക്കി മാറ്റും.
മിഷൻ സക്സസ്ഫുൾ. ആന്റിഡോട്ട് തയ്യാറായിരിക്കുന്നു. വലിയച്ഛൻ ആ ആന്റിഡോട്ട് ഉണ്ടാക്കാൻ ഇനിയും സമയമെടുക്കുമെന്ന് എനിക്കറിയില്ല. അധിക സമയമൊന്നും എടുക്കില്ല. എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ ആണ്. അല്ല, ഇതേതാ ഈ പെൺകുട്ടി? ഇപ്പൊ എനിക്ക് വട്ട് പിടിക്കുന്നേ ഇല്ല. ഞാനാണ് സ്വീറ്റി. എക്സ്പെരിമെന്റ് സക്സസ്ഫുൾ. മരുന്നും തയ്യാറാണ്. താങ്ക് യു വെരി മച്ച് വലിയച്ഛ. അങ്ങനെ വീണ്ടും പഴയതുപോലെ ആക്കി. ഇതാണ് ആ മരുന്ന്. ഇത് ക്ലൗൺസിന്റെ ദേഹത്തൊഴിച്ചു കഴിഞ്ഞാൽ അവര് വീണ്ടും പഴയതുപോലാകും. ദാ നോക്ക്, ഈ ലിവർ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്ന് ഈ പൈപ്പിലൂടെ താഴേക്ക് വരും. വലിയച്ഛനൊരു സംഭവം തന്നെ കേട്ടോ. ഐ നോ. പ്ലീസ് ഞങ്ങളുടെ മാസ്റ്ററെ പഴയതുപോലെ ആക്കി തരണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുക, പ്ലീസ്. ഇനി ഞങ്ങൾ ഇതുകൊണ്ട് എല്ലാവരെയും പഴയതുപോലെയാക്കും. സംശയമുണ്ടോ? താങ്ക് യു സോ മച്ച്. സ്വീറ്റി, നിനക്ക് ഞങ്ങളോടൊപ്പം വരേണ്ടി വരും. എന്തിനാ? നിന്റെ മാസ്റ്റർ നീ പറഞ്ഞാലേ അനുസരിക്കൂ. നീ പറഞ്ഞു കഴിഞ്ഞാ അയാള് പിന്നെ ആരെയും ക്ലൗൺ ആക്കി മാറ്റില്ല. ഓക്കേ, എങ്കിൽ വരൂ. മാസ്റ്റർ ഇങ്ങോട്ട് നോക്കൂ. നീ പഴയതുപോലെ ആയി. വരൂ, എനിക്ക് നിന്നെ തിരിച്ചു കിട്ടി. മാസ്റ്റർ, എവിടെയാ നമ്മുടെ ശത്രുക്കൾ? എന്റെ തല പെരുത്ത് എനിക്ക് വട്ട് പിടിക്കുന്നുണ്ട്. സ്വീറ്റി ആളൊരു കഴുത തന്നെയാ. അപ്പൊ പിന്നെ ഞാനാരാണ്? നീ ഒരു ചെറിയ കഴുതയാണ്. സ്വീറ്റി ആണെങ്കിൽ ഒരു വലിയ കോവർ കഴുതയും. എന്താ സംശയമുണ്ടോ? വരൂ, നമുക്ക് ഈ മരുന്ന് എല്ലാരും സ്പ്രേ ചെയ്ത് അവരെയും നമുക്ക് പഴയതുപോലെ ആക്കാം. ഹണി, കിറ്റ്കിറ്റും കർത്തയും തോത്താറാമും ക്ലൗൺസായി മാറി. അതെ മച്ചാനെ, ഇങ്ങോട്ട് വന്നേ. നമുക്ക് നൈസായിട്ട് കെട്ടിപ്പിടിച്ചാലോ? എന്ത് പറയുന്നു? കർത്താ, എല്ലാവരുടെയും സുഹൃത്താ, എല്ലാവരുടെ അടുത്തേക്ക് വാ, വേഗം വരൂ. അടിപൊളി, നിങ്ങളെ കണ്ടതെന്തായാലും നന്നായി. വരൂ, നമുക്ക് കെട്ടിപ്പിടിക്കാം. സന്തോഷമായിട്ട് കെട്ടിപ്പിടിക്കാം. വരൂന്നേ. വല്യച്ഛൻ തന്നത് 8ന്റെ പണിയായി പോയല്ലോ. സംശയമുണ്ടോ? വേഗം ഓടിക്കോ ഇവിടുന്ന്. അയ്യോ, അത് ശരി, എന്നെക്കാളും സ്പീഡിൽ നിങ്ങൾ ഓടുവോ? പോപ്പട്ടെ, നീ ഞാനും കൂട്ടുകാരല്ലേ. വാടാ, വേഗം വാ, ഒന്ന് കെട്ടിപ്പിടിക്കാൻ വാ. ഇടകുമ്പോ ഞാനിന്ന് ഇവനെ ക്ലൗണാക്കി മാറ്റും. നീ ഒന്ന് നിന്നെ ബുദ്ധിമാനാരെന്ന് പറ. നീ തന്നെ. വിവരം കൂടുതൽ ആർക്കാ? നിനക്ക്. അപ്പൊ പിന്നെ ആര് ക്ലൗണാക്കി മാറ്റും? ആരാ? എടാ മണ്ട, അതും നീ തന്നെയാ. എടാ ഗുംബോ, ദാവൻ രക്ഷപ്പെട്ടു. ഇനി നമ്മൾ ആരെ ക്ലൗണാക്കും? അതോർത്ത് നീ വിഷമിക്കണ്ട. ഈ നാട്ടിൽ ഇനി ഒരുപാട് ആൾക്കാരില്ലേ, നീ അവരെ ആക്കിക്കോ. എന്റെ കൂട്ടുകാരാ, എവിടെയാ പോയി വിളിച്ചിരിക്കുന്നത്? പുറത്തേക്ക് വന്നേ. വേഗം ഇവിടുന്ന് രക്ഷപ്പെട്ടു.
പിടിക്കവന്മാരെ. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ ക്ലൗൺസ് ആയിട്ട് മാറും. ഈ പൈപ്പിന്റെ കണക്ഷൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സ്പ്രേ ചെയ്യാം. വലിയച്ചോ, ഇവര് വീണ്ടും ക്ലൗൺസ് ആവാതിരിക്കാൻ വേഗം ഇവരെ ഒളിപ്പിക്ക്. വരൂ വരൂ, ഓരോരുത്തരായി വന്ന് ഈ ബസ്സിൽ കയറിക്കുള്ളൂ. വേഗം കെട്ടിപ്പിടിക്കവരെ, വേഗം. ഹണി, വേഗം സ്പ്രേ അടിക്ക്. കൊച്ചളിയ, എന്റെ മരുന്ന് മൊത്തം കാലിയായി. വേഗം വാ, ഇല്ലെങ്കിൽ ഇവര് നിന്നെ ക്ലൗൺ ആക്കി മാറ്റും. നീ മാറി നിൽക്ക ഹണി, എന്റെ കയ്യിൽ ആന്റിഡോട്ട് ഉണ്ട്. വേഗം വാ ഹണി, നമുക്ക് ബാക്കിയുള്ളവരെ കൂടി രക്ഷിക്കണം. അവരങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അവരിങ്ങനെ ആകുമെങ്കിൽ തീർച്ചയായും അങ്ങനെയാകും. അത് എല്ലാരും ചെയ്യാറുള്ളത്. ആദ്യം സന്തോഷിക്കും, അവസാനം മൊത്തം ജീവിതം ദുഃഖമായിരിക്കും. ഓ, അത് ശരി, ഫ്രണ്ട്സ്. അതെ, സ്വീറ്റി, നീ മാത്രമാണ് എന്നെ മനസ്സിലാക്കുന്നത്. അതെ, ഹണി, ബണ്ണി, സർദാർ, പോർപ്പട്ട്, നിങ്ങൾ എവിടെയാണ്? അവരെ നമ്മൾ അവിടെ വെച്ച് കണ്ട് അങ്ങനെ തന്നെ ചെയ്യും. ആ 4 പേരെയും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ക്ലൗൺലാൻഡിൽ വെച്ച് ഹൃദയം നിറഞ്ഞ നന്ദിയോടുകൂടി ആദരിക്കുമെന്നല്ലേ? നിങ്ങൾ അന്ന് അത് ചെയ്തത് കൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഇന്ന് ഇത് ചെയ്യുന്നത്. പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇവര് കുറെ നാൾ നമ്മളെ വട്ടം കറക്കി. എന്റെ കൂട്ടുകാർ ക്രൗണുകളെല്ലാം പഴയതുപോലെ ആക്കി. അടി കൈ. ഇവിടെ വരൂ. എന്റെ ലൈസൻസ് വെല്ലുമില്ലാത്ത നാക്ക് കുക്കറിൽ നിന്നും പൊന്തി വരുന്ന വിസിൽ പോലെ ഇടയ്ക്കിടയ്ക്ക് കവിത ചൊല്ലുന്നു. അതിനെ കൺട്രോൾ ചെയ്യൂ. അല്ലെങ്കിൽ നിന്റെ 2 കൈയും കാലും കൂട്ടിക്കെട്ടി ഞാൻ കാട്ടിൽ കൊണ്ടിടും. സമ്മാനങ്ങൾ കൊടുക്കണ്ടേ? അല്ല, ഈ ഹണി ഇത് എങ്ങോട്ടാ പോയേ? ദേ അങ്ങോട്ട് നോക്കി. ഇങ്ങോട്ട് വാ കൊച്ചളിയ, ഞാൻ കൊച്ചളിയനെയും ക്ലൗണാക്കി മാറ്റാം. അയ്യോ, ദേ നമ്മുടെ ഹണി ക്ലൗണായി മാറി. സംശയമുണ്ടോ? അയ്യോ കൂട്ടുകാരെ, ഞാൻ ദാ ഇവിടെ കുടുങ്ങിപ്പോയി. ഹണി ബണിയെ കെട്ടിപ്പിടിച്ചു. പക്ഷെ ബണിക്ക് ഒരു വ്യത്യാസം ഉണ്ടായില്ല. അതിന് ഞാനൊരു തമാശ കാണിച്ചതല്ലേ. ഇനി ഞങ്ങള് കാണിക്കണം തമാശ. Oh!